ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. ആദ്യം തന്നെ എൻ്റെ വീട് തൊടുപുഴ, എൻ്റെ പേര് ഷിബിൻ. ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. കാരണം എൻ്റെ മനസ്സ് ശരിക്കും പറഞ്ഞാൽ അതിനെ പാകപ്പെട്ടിട്ടില്ലായിരുന്നു. എൻ്റെ ചേട്ടായി വഴിയാണ് ഞാൻ ഇവിടെ ഈ ധ്യാന കേന്ദ്രത്തെ കുറിച്ച് അറിയുന്നത്. ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി പ്ലാനിങ് ഒട്ടും ഒരു പ്ലാൻ ഇല്ലായിരുന്നു. ഞാൻ ഇവിടെ ധ്യാനം തുടങ്ങുന്നതിന് മുമ്പ് തലേ ദിവസമാണ് ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. അപ്പൊ തന്നെ ചേട്ടായി ഇവിടെ ജോസ് ബ്രദറിനെ വിളിച്ച് സംസാരിച്ചു. എന്റെ അനിയൻ വരുന്നുണ്ട്. ബ്രദർ പറഞ്ഞു കുഴപ്പമില്ല, പോരട്ടെ, രാവിലെ പോന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ രാവിലെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോന്നു, ഇവിടെ എത്തി. ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് മനസ്സിൽ കുറെ വിഷമങ്ങൾ ഉണ്ടായിരുന്നു. കുറെ വിഷമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്റെ ചെറുപ്പകാലം തൊട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ ഒത്തിരി വേദനകൾ അനുഭവിച്ചാണ്. പക്ഷെ ഞാൻ എന്റെ കാര്യങ്ങൾ ഞാൻ ആരോടും പറയാറില്ല. ഞാൻ എന്റെ ദൈവത്തോടും മാതാവിനോടും മാത്രമേ ഞാൻ എന്റെ കാര്യങ്ങൾ സംസാരിക്കാറുള്ളൂ. ഞാൻ എല്ലാം മനസ്സിൽ ഒതുക്കുമായിരുന്നു. പിന്നെ ഞാൻ ദൈവത്തോട് ഡയറക്റ്റ് സംസാരിക്കും. അങ്ങനെയായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം എനിക്കിപ്പോ ഭയങ്കര ഒരു ആശ്വാസമാണ്. കാരണം എന്റെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം എനിക്ക് ഇവിടെ ദൈവത്തോട് കൂടുതലായിട്ട് അടുത്തിട്ട് പറയാൻ പറ്റി. അതുപോലെ മാതാവിനോട് കൂടുതൽ സംസാരിക്കാൻ പറ്റി. കാരണം അവരുടെ പ്രസൻസ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ മാത്രമല്ല, ഇപ്പൊ എന്നെ തൊട്ട് എന്റെ അടുത്ത് വന്ന് നിന്ന് എന്നെ തലോടുന്ന രീതിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ശരിക്കും ഫീൽ ചെയ്ത് മാത്രമല്ല, എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായി. കാരണം എന്റെ ഒരു സൈഡിൽ യേശുവും ഒരു സൈഡിൽ മാതാവും നിൽക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അതുപോലെ എന്റെ ആദ്യത്തെ സാക്ഷി എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ പല ആൾക്കാരും ധ്യാന കേന്ദ്രത്തിൽ പോകുമ്പോൾ പറയാറുണ്ട്, അങ്ങനെ അത്ഭുതമുണ്ട്, ഇങ്ങനെ അത്ഭുതമുണ്ട്, അത് പറയാറുണ്ട്. പക്ഷെ എനിക്കിതുവരെ, ഞാനിപ്പോ എന്റെ ഇത് രണ്ടാമത്തെ ധ്യാനമാണ്. പക്ഷെ ഇവിടുത്തെ എന്റെ ആദ്യത്തെ ധ്യാനവും, അതിനു മുമ്പ് ഞാൻ വേറൊരു സ്ഥലത്തായിരുന്നു ധ്യാനത്തിൽ പങ്കെടുത്തത്. പക്ഷെ അന്നൊന്നും എനിക്ക് ഇതുവരെ ഇങ്ങനത്തെ ഒരു എന്താ പറയാ, ഒരു അത്ഭുതമോ എനിക്കൊരു അടയാളങ്ങളോ സംഭവങ്ങളോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ആദ്യം കിട്ടിയതെന്ന് പറഞ്ഞാൽ, എല്ലാരും പറയുന്നു ഇവിടെ മാതാവിന്റെ അടുത്ത് വരുമ്പോൾ നമുക്ക് മുല്ലപ്പൂവിന്റെ സ്മെല്ലുണ്ടാവും, പിന്നെ കുന്തിരിക്കന്റെ സ്മെല്ലുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇവിടെ വന്ന ആദ്യത്തെ ദിവസം തന്നെ നമ്മുടെ പ്രയർ നടക്കുമ്പോൾ എനിക്ക് മുല്ലപ്പൂവിന്റെ നല്ല സ്മെല്ല് അനുഭവപ്പെട്ടു. ബ്രദർ പറഞ്ഞു എല്ലാവർക്കും അനുഭവപ്പെടും, സ്മെല്ല് അനുഭവപ്പെടും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു, ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആരെങ്കിലും ഇവിടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ചിലപ്പോൾ സ്പ്രേ അടിച്ചായിരിക്കും, അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ വിചാരിച്ചത്. പക്ഷെ അതിനുശേഷം എനിക്ക് ഇന്ന് വരെ ഈ പ്രസന്റ് ടൈം വരെ ഇത് 4ാമത്തെ ദിവസമാണ്. ഈ 4ാമത്തെ ദിവസം എനിക്ക് 7 തവണ എനിക്ക് മുല്ലപ്പൂവിന്റെ സ്മെല്ല് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ലാസ്റ്റ് ഉണ്ടായത് ഇന്ന് രാവിലെ. ഞാൻ വിചാരിച്ചു ഇവിടെ വൺ ഡേ കൺവെൻഷൻ ഉണ്ട് ഇന്ന് ലാസ്റ്റ് തീരുന്ന ദിവസം. ഇന്ന് സൺഡേ ആണല്ലോ, അപ്പൊ എല്ലാ സ്ഥലത്തു നിന്നും ആൾക്കാർ വരും എന്ന് പറഞ്ഞു. അപ്പോ രാത്രിയിൽ അവിടെ ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാർ, ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു 1 മണിയൊക്കെ ആകുമ്പോഴത്തേനും ആൾക്കാർ വരും, അപ്പൊ ബെഡൊക്കെ ഫില്ലായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഒരു രാത്രി ടൈം എനിക്കറിയില്ല, പക്ഷെ നല്ല ഉറക്ക ടൈമില് എന്നെ ആരോ തട്ടി വിളിച്ചു. പക്ഷെ ഞാനത് ഉറക്കത്തിലെ ഇതിൽ ഞാൻ അത്രയും കാര്യമാക്കി എടുത്തില്ല. പക്ഷെ എനിക്ക് എന്റെ മൂക്കിലോട്ട് സ്മെല്ല് ശരിക്കും അടിച്ചു കയറി. അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവം ഇത് സത്യമാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നപ്പോ നല്ല സ്മെല്ലാണ് താനും. പക്ഷെ ലൈറ്റ് എല്ലാം ഓഫാണ്, ആരും അടുത്തില്ല. ഞാൻ താഴോട്ട് നോക്കിയപ്പോ എല്ലാവരും നല്ല ഉറക്കത്തില്. സാധാരണ ഇവിടെ രാവിലെ ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി എഴുന്നേക്കുന്ന ആൾക്കാർ രാവിലെ ലൈറ്റ് ഇടും, പക്ഷെ അങ്ങനത്തെ സംഭവം ഒന്നുമില്ല. ഈ കാര്യങ്ങളൊന്നും ഞാൻ പക്ഷെ ഭയങ്കര ഇരുട്ട്. പക്ഷെ എനിക്ക് ഈ സ്മെല്ല് എന്റെ മൂക്കിലോട്ട് അടിക്കുന്നുണ്ട്. അതാണ് എന്റെ ഇപ്പോ 7ാമത്തെ എനിക്ക് സ്മെല്ല് അനുഭവപ്പെട്ടത്. പിന്നെ അത് മാത്രമല്ല, ബ്രദർ പറഞ്ഞിരുന്നു രാത്രി നമ്മൾ കിടക്കുമ്പോൾ, നമ്മൾ ഉറങ്ങുന്ന ടൈമിൽ നമ്മുടെ ചെവിയിൽ ഇവിടുത്തെ ധ്യാന ശുശ്രൂഷകൾ നമുക്ക് കേൾക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അവിടെ ഇന്നലെ രാത്രിയില് ലാസ്റ്റ് ദിവസം കിടന്ന് ഉറങ്ങി പാതി മയക്കത്തിലാണ്. പക്ഷെ എന്റെ ചെവിയിൽ, ഞാൻ വെന്റിലേഷന്റെ ആ സൈഡിലാണ് കിടക്കുന്നത്, പക്ഷെ എന്റെ ചെവിയില് ഇവിടുത്തെ ഓർക്കസ്ട്രയുടെ ഭയങ്കര സൗണ്ടും ബ്രദറിന്റെ ഒരു സൗണ്ടാണ്. കാരണം ശുശ്രൂഷ ചെയ്യുന്നതിന്റെ ഒരു സൗണ്ടാണ് എനിക്ക് കേൾക്കുന്നത്. അപ്പൊ ഞാൻ കണ്ണു ഓർക്കുമ്പോ അങ്ങനെ ഇവിടെ 2 സിസ്റ്റേഴ്സ് വിളിച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. രാത്രി എനിക്ക് തോന്നുന്നത് 1 മണി 1:30 ടൈം ആയി തോന്നുന്നു. കാരണം എല്ലാവരും ഉറക്കത്തിലാണ്. സിസ്റ്റേഴ്സ് വിളിച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എണീറ്റ് വന്നെന്ന് വിചാരിച്ചു. പക്ഷെ ബ്രദർ പറഞ്ഞിരുന്നു ഇങ്ങനെ സൗണ്ട് നമ്മൾ കേൾക്കും, നമുക്ക് അനുഭവസാക്ഷി ഉണ്ടാവുമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ആ സൗണ്ട് ക്ലിയർ ആയിട്ട് കേട്ടു. ഞാൻ ഡൗട്ടിന് വേണ്ടി ഞാൻ വിചാരിച്ചു എന്റെ ഈ സൈഡ് മാത്രം, റൈറ്റ് സൈഡിൽ ഞാൻ കേട്ടത്. പിന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ സൈഡും എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ അടുത്ത സാക്ഷി എന്ന് പറയാൻ ഉള്ളത്,
സ്തുതിപ്പിന്റെ സമയത്ത് ബ്രദർ പറഞ്ഞിരുന്നു, നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലോട്ട് യേശു കടന്നു വരുമെന്ന്. ആ അനുഭവം എനിക്ക് ശരിക്കും ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാല്, എന്റെ വീട് ചെറിയ വീടാണ്, എന്റെ വീടിന്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. എനിക്ക് ഞാൻ ശരിക്കും എന്റെ അകക്കണ്ണില് കണ്ടതെന്ന് വെച്ചാല്, ഒരു ബ്ലൂ ആകാശം, നല്ല ബ്ലൂ ആണ്. ഈശോ ശരിക്കും പറഞ്ഞ എന്റെ വീടിന്റെ വാതിക്കൽ എത്തും വരെ വെള്ള ഡ്രസ്സാണ്, അതായത് എന്റെ വീട്ടിലോട്ട് കയറും വരെ. പക്ഷെ വീട്ടിലോട്ട് കയറാൻ നേരത്ത് ഒരു ചുമന്ന ഡ്രസ്സ് പോലെ, ചുമന്ന ബ്രൗൺ ആ ഒരു കളർ ഡ്രസ് ഇട്ട് ഈശോ ഉള്ളി കയറി. അതായത് ബ്രദർ പറഞ്ഞിരുന്നു, നമ്മുടെ ഈ കൂട്ടത്തിലുള്ള ഒരാളുടെ വീട്ടിലോട്ട്, അതായത് നമ്മുടെ വീട് ശരിക്കും പറഞ്ഞാൽ റെഡ് ഓക്സൈഡ് ആണ് വീടിന്റെ ഉള്ളില്. അപ്പൊ ഈ റെഡ് ഓക്സൈഡ് ഇട്ട വീട്ടിലോട്ട് യേശു പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്റെ മാത്രമായിരിക്കും, എന്റെ വീട്ടിലോട്ടായിരിക്കും യേശു കയറുന്നത്. ഞാൻ അത്രയും ചിന്തിച്ചില്ല. പക്ഷെ ഞാൻ കണ്ടത് അങ്ങനെയാണ്. റെഡ് ഓക്സൈഡ് ഇട്ട് വീട്ടിലോട്ട് യേശു കയറി. എല്ലാ റൂമിലും കയറിയിട്ട് ഈശോ അവിടെ ഒരു ചെറിയൊരു കട്ടിലുണ്ട്. ആ കട്ടില് നമ്മളെ കയറ് പിരിച്ചിട്ടുള്ള ഒരു കട്ടിലാണ്, പണ്ടത്തെ കട്ടിലാണ്. ആ കട്ടിലിൽ ഇരുന്നിട്ട് യേശു എന്നോട് ചോദിക്കുവാണ്, ഈ വീട്ടിൽ വേറെ ആരും ഇല്ലേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ആരുമില്ല. അതിന് യേശു എന്നോട് വീണ്ടും ചോദിക്കുവാണ്, നമുക്ക് ഈ വീടൊക്കെ ഒന്ന് പണിയണ്ടേ, പുതിയതാക്കണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞു പുതിയതാക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം യേശു വീണ്ടും വന്ന് കട്ടിലേൽ ഇരുന്നു. അപ്പോഴാണ് ബ്രദർ പറഞ്ഞ് കണ്ണു തുറക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ആ കണ്ണു തുറക്കുന്ന നിമിഷം വരെ ഈശോ ശരിക്കും പറഞ്ഞ് ഞങ്ങളുടെ കട്ടിലേൽ ഇരിപ്പുണ്ട്. ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും എന്നാണ് എന്റെ പ്രതീക്ഷ. കാരണം ഞങ്ങളെ വിട്ട് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. അതുപോലെ എന്റെ അടുത്തൊരു സാക്ഷി എന്ന് പറഞ്ഞാൽ, മരിച്ച ആത്മാക്കളെ നമുക്ക് സ്വർഗത്തിലോട്ട് പോകുന്ന കാണണം എന്നാണ് പറഞ്ഞത്. കാരണം ഞാൻ ഇവിടുന്ന് വരുന്നതിന് ഒരു 14 ദിവസം മുമ്പാണ് എന്റെ അമ്മാവന്റെ മോൻ മരണപ്പെട്ടത്. അവൻ ആക്സിഡന്റ് ആയിരുന്നു. അവൻ 25 വയസ്സായിരുന്നു. കോട്ടയത്ത് വെച്ച് ആക്സിഡന്റിൽ മരിച്ചാണ്. അപ്പൊ അതിനുശേഷം അവന്റെ ചടങ്ങെല്ലാം കഴിഞ്ഞു, 13 ചടങ്ങ് കഴിഞ്ഞു. അതിന്റെ 2ാമത്തെ ദിവസമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്, ധ്യാനത്തിന് വരുന്നത്. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്റെ മനസ്സിൽ വിഷമമുണ്ട്. കാരണം ഇനിയിപ്പോ നമ്മുടെ അനിയൻ ആണ്, ഇനിയിപ്പോ അവനെ കാണാൻ പറ്റില്ലല്ലോ എന്നൊരു ചിന്ത എന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ മരിച്ചവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ ബ്രദർ ഇവിടെ ചെയ്തത്. അപ്പൊ ബ്രദർ പറഞ്ഞു, നമ്മുടെ മരിച്ചുപോയ പൂർവികരെ എല്ലാവരും നമുക്ക് കാണാൻ പറ്റും, അവർ സ്വർഗത്തിലോട്ട് പോകുന്ന നമുക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കുമ്പോ കണ്ണുകൾ അടച്ച് നമ്മളെല്ലാം പ്രാർത്ഥിക്കുവാണ്, ആ കണ്ണിലെല്ലാം കാണുമെന്ന് പറഞ്ഞു. പക്ഷെ കണ്ണുകൾ അടച്ച് എല്ലാം കണ്ടുകൊണ്ടിരുന്നപ്പോ ശരിക്കും ഒരു തെങ്ങുംതോപ്പാണ്. തെങ്ങുംതോപ്പിന്റെ നടുക്ക് ശരിക്കും പറഞ്ഞ നല്ല ലൈറ്റ് എന്ന് പറഞ്ഞ വൈറ്റ് കളറാണ്, ലൈറ്റ്, ഫുള്ള് ലൈറ്റ്. എനിക്ക് അന്നേരം ആൾക്കാരെ ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ ഞാൻ നിൽക്കുന്ന ഒരു സ്ട്രെയിറ്റ് വഴി, അതായത് തെങ്ങുംതോപ്പിന്റെ നടുക്ക് ലൈറ്റ് ഫുള്ള് വൈറ്റ് ആണ്. നടുക്കൊരു വഴി, അങ്ങോട്ട് ഒരു വഴിയുണ്ട്, ഇങ്ങോട്ടൊരു വഴിയുണ്ട്. ആ എന്റെ റൈറ്റ് സൈഡിലുള്ള വഴിയിൽ മൊത്തം, റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ നിൽക്കുന്ന ഈ സൈഡിലായതുകൊണ്ട് റൈറ്റ് സൈഡിൽ മൊത്തം ഒരു കറുത്ത കല്ലുകൾ, ഉരുളൻ കല്ല് വെച്ച് ഉള്ള വഴിയാണ്. പക്ഷെ എന്റെ ലെഫ്റ്റ് സൈഡിൽ ഇപ്പൊ കാണുന്ന വഴി എന്ന് പറഞ്ഞാൽ മൊത്തം ഒരു വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു വഴിയാണ്. അപ്പൊ ബ്രദർ പ്രാർത്ഥിക്കുവാണ്, നമ്മൾക്ക് ഇങ്ങനെ നമ്മുടെ പൂർവികരായ ആൾക്കാർ വരും. പക്ഷെ എനിക്ക് വന്നത് ഇവനാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ സെൻട്രൽ ലൈനിൽ നിൽക്കുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു അവൻ എന്റെ അടുത്തേക്ക് വരുമെന്ന് വിചാരിച്ചു. അവൻ വെള്ള വസ്ത്രമൊക്കെ ഇട്ട് നേരെ ഇങ്ങോട്ട് വന്ന് ഞാൻ വിചാരിച്ചു എന്റെ അടുത്തേക്ക് വരും സംസാരിക്കുന്നു. പക്ഷെ അവൻ നേരെ വന്നിട്ട് അവൻ വൈറ്റ് സ്റ്റോണിന്റെ അവിടെ നിന്ന് ആ സൈഡിലോട്ട് പോയി ടാറ്റ തന്നിട്ട് പുള്ളി നേരെ പോയി. അപ്പൊ അത്രയും നല്ലൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അവനെ കാണുമെന്ന് പോലും. കാരണം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന പൂർവികനായ നമ്മളെ, അതായത് എന്റെ വല്യപ്പന്റെ വല്യപ്പൻ അല്ലെങ്കിൽ വല്യമ്മ, അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അവരൊന്നും ഞാൻ കണ്ടില്ല. കാരണം അവരൊക്കെ ഓൾറെഡി സ്വർഗത്തിൽ പോയി. പക്ഷെ ഇവൻ എന്തോ എനിക്ക് ഇവനെ മാത്രമാണ് കാണിച്ചു തന്നത്. ഇപ്പോ അവനെ കാണിച്ചു തന്നു. അതുപോലെ ഞാൻ ഇന്ന് ശരിക്കും പറഞ്ഞ നമ്മുടെ ബ്ലഡ് കാണുമെന്നാണ് ശരിക്കും പറഞ്ഞത്. പക്ഷെ ഞാൻ ഇന്ന് രാവിലെ വാഷ്റൂമിൽ പോയപ്പോ നമ്മുടെ വാഷ്റൂമില് ശരിക്കും പറഞ്ഞ ഒരു 6 അടി ഹൈറ്റിലായിരിക്കും മേ ബി മാർബിള് ഉള്ളത്. പക്ഷെ എന്റെ ഈ ഒരു ഹൈറ്റിന്റെ, എന്റെ കഴുത്തിന്റെ ഇവിടെ വെച്ചിട്ട് ഞാൻ ബാക്കിലോട്ട് ചുമ്മാ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഓർത്തപ്പോ ഈ ഒരു സൈഡില് ഭിത്തിയിലല്ല മാർബിളിൽ ഇങ്ങനെ ഒരു ബ്ലഡിന്റെ എന്തോ ഉണങ്ങി പിടിച്ചിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു ചിലപ്പോ മുമ്പ് വന്ന ആൾക്കാർ ചിലപ്പോ കുളിച്ചപ്പോ സോപ്പ് ചിലപ്പോ അതിലോട്ട് ആയതായിരിക്കും. അപ്പൊ അതങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്നത് വിചാരിച്ചു. പക്ഷെ ഞാനത് ഇങ്ങനെ ചുരണ്ടി നോക്കി, മണത്ത് നോക്കിയപ്പോ സോപ്പിന്റെ ആയിട്ട് ഒരു സ്മെല്ലും ഇല്ല. പക്ഷെ എനിക്ക് ചെറുതായിട്ട് ബ്ലഡിന്റെ ഒരു സ്മെല്ല് അനുഭവപ്പെട്ടു. അപ്പൊ ഞാൻ ഓട്ടോമാറ്റിക്കലി ഇനിയിപ്പോ എനിക്ക് ഡൗട്ട് തോന്നിയെന്ന് അറിയാൻ വേണ്ടി ഞാൻ ആദ്യം എടുത്ത്, അതായത് മാന്തി എടുത്ത ആ ബ്ലഡിന്റെ സംഭവം ഞാൻ
ഒന്നാക്കി വെച്ച് നോക്കി. കാരണം അത് സോപ്പാണോ നമ്മൾ അറിയണ്ടേ. കാരണം നമ്മളിപ്പോ ഒരു സാക്ഷ്യം പറയുമ്പോൾ നമ്മളത് നമുക്ക് മനസ്സിലെ ജെനുവിനായ കാര്യം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ശരിക്കും നോക്കിയപ്പോ എനിക്ക് ഫീൽ ചെയ്തത് വെച്ചാല് അത് ബ്ലഡിന്റെ ഒരു കണ്ടന്റ് ആയിരുന്നു. കാരണം ഞാനത് വീണ്ടും ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോ പിന്നെ ആ സംഭവങ്ങളൊന്നും അവിടെ ഇല്ല. ആ ഒരു ഏരിയയില് ഇതൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെയായിരുന്നു. പിന്നെ എന്റെ അടുത്തൊരു സാക്ഷി എന്ന് പറഞ്ഞാൽ ഈശോ നമുക്ക് അതായത് സുതിപ്പിന്റെ സമയത്ത് ഈശോ നമ്മുടെ തലോടും നമ്മുടെ കണ്ണീരൊപ്പം കരഞ്ഞു പ്രാർത്ഥിക്കാൻ ബ്രദർ നമ്മളോട് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോ ബ്രദർ അവിടെ സ്റ്റേജിൽ നിന്ന് പറഞ്ഞു, അതായത് എന്റെ പേര് ബ്രദർ പറഞ്ഞില്ല, അതായത് എന്റെ നാടാ പറഞ്ഞു, തൊടുപുഴക്കാരൻ താടിക്കാരൻ ആണ്. പുള്ളിയുടെ കണ്ണീര് ഈശോ ഒപ്പുന്നെന്ന് പറഞ്ഞു. പക്ഷെ എന്റെ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് ഈശോ എന്റെ കണ്ണീര് തുടയ്ക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അതുപോലെ എന്റെ റൈറ്റ് സൈഡില് എന്റെ കൃഷ്ണമണിയുടെ മേളില് നമ്മുടെ ഉള്ളിയിരിക്കുന്ന മാതാവുണ്ട്. അപ്പൊ മാതാവിന്റെ നമ്മൾ നിൽക്കുന്ന ആ ഒരു പാറ പോലത്തെ സംഭവമുണ്ട്. പക്ഷെ അത് വൈറ്റും അതിന്റെ മേളിൽ മാതാവ് കയറി നിൽക്കുകയാണ്. പക്ഷെ എന്റെ കൃഷ്ണമണിയുടെ മേളിലാണ് ഈ സംഭവം മാതാവ് നിൽക്കുന്നത്. കാരണം എന്റെ കണ്ണിൽ ഫുൾ അല്ല, കൃഷ്ണമണിയുടെ മുകളില് ആ ഒരു കല്ലുമേലും മാതാവ് ഇങ്ങനെ നിൽക്കുവാണ്. നമ്മുടെ ഈ സെയിം രൂപം തന്നെയാണ് നിൽക്കുവാണ്. പക്ഷെ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ എനിക്ക് സ്വപ്നമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും കണ്ണ് തുറന്നിട്ട് വീണ്ടും അടച്ചു, ആ മാതാവ് അവിടെ തന്നെ നിൽക്കുവാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കൗൺസിലിംഗ് ടൈമില് എനിക്ക് കൗൺസിൽ ചെയ്ത ബോസ്കോ ബ്രദർ ആണ്. അപ്പൊ ബോസ്കോ ബ്രദർ എന്നോട് പറഞ്ഞിരുന്നു, മാതാവിന്റെ സാന്നിധ്യം എപ്പോഴും കൂടെ കാണും, അപ്പൊ നന്നായിട്ട് പ്രാർത്ഥിക്കുക, ജപമാല ചെല്ലുക, ദിവസം ഒരു 3 ജപമാല വെച്ച് ചെല്ലുക എന്ന് പറഞ്ഞിരുന്നു. എനിക്ക് ഇവിടെ വന്നതിന് ശേഷം വളരെ നല്ലൊരു അനുഭവമാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ എന്റെ സങ്കടം മാറി. എനിക്കിപ്പോ അങ്ങനെ പണ്ടത്തെ ഒരു കാര്യങ്ങൾ ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതെല്ലാം ഞാൻ ഇവിടെ ശരിക്കും പറഞ്ഞാൽ കഴുകി എല്ലാം ഞാനിവിടെ കളഞ്ഞു, സംഭവങ്ങളെല്ലാം കളഞ്ഞു. ഇവിടെ എന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും എന്റെ ദുഃഖങ്ങളൊക്കെ ഞാൻ ഇവിടെ ഇറക്കി. എനിക്കിപ്പോ ഭയങ്കര സമാധാനമാണ്. ഇനി ഞാൻ മുടങ്ങാതെ വന്നെന്നാണ് എനിക്ക് ആഗ്രഹം. പക്ഷെ എന്റെ ജോലി സംബന്ധമായ കാര്യങ്ങളായതുകൊണ്ട് ഞാൻ പരമാവധി ഞാൻ ശ്രമിക്കും. പക്ഷെ എനിക്ക് ഈശോയോടും മാതാവിനോടും എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. കാരണം പണ്ട് ഞാൻ എങ്ങനെ പ്രാർത്ഥിച്ചോ, പണ്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് അത്രയ്ക്കൊരു എന്താ പറയാ, ഭക്തിയോടുകൂടി ഞാൻ പ്രാർത്ഥിക്കാറില്ല. കാര്യങ്ങൾ പ്രാർത്ഥിക്കും, സംസാരിക്കും, അങ്ങനെയുള്ളൂ ദൈവത്തോട്. ഇനിയിപ്പോ ദൈവം എനിക്ക് നടത്തി തന്നു, ഈശോ നടത്തി തന്നില്ലെങ്കിൽ ഞാൻ പറയും, മാതാവേ അങ്ങയുടെ മോനാണല്ലോ, ഒന്ന് പറഞ്ഞ് സംസാരിച്ച് എനിക്കൊന്ന് കെയർ ഓഫില് ഒന്ന് റെഡിയാക്കി തരുമെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ഇവിടെ വന്നപ്പോഴത്തേന് എനിക്ക് ഇത്രയും സമാധാനവും സന്തോഷവും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്, അത് ഞാൻ ഉറപ്പായിട്ട് ചെയ്ത് തീർക്കും. പിന്നെ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ഇനിയും ഇവിടെ വരും, എനിക്ക് ഇനിയും ധ്യാനത്തിൽ പങ്കെടുക്കണം എന്നാണ് ആഗ്രഹം. അപ്പൊ അതുകൊണ്ട് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ ബ്രദറിന്റെ പ്രാർത്ഥന എന്റെ കൂടെ ഉണ്ടായിരിക്കണം. നന്ദി.